ശ്രീ ലാൽകുമാർ, ഇതിപ്പോൾ തരൂർ പറയുന്നത് ഞാൻ രാഷ്ട്രീയം കളിക്കാനില്ല, മറിച്ച് കേരളത്തിൻ്റെ പൊതു താല്പര്യവും കേരളത്തിൻ്റെ വികസനവും കേരളത്തിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിൽ ചില അടിസ്ഥാന രേഖകളുടെ പുറത്ത് താൻ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളും അത് ലേഖന രൂപത്തിൽ വന്നതുമാണ് വിവാദമായിരിക്കുന്നത്. രാഷ്ട്രീയം പറയുകയല്ല താൻ ചെയ്തത് എന്നാണ്. ഹൈക്കമാൻഡ് വിളിപ്പിച്ച് തരൂരിനോട് സംസാരിച്ചത് എന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ തരൂർ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് പറയുന്നത് കോൺഗ്രസിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കരുതെന്നാണ്. സ്വതന്ത്രമായ അഭിപ്രായം താൻ പറയുമെന്ന് തരൂർ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ ഇതാ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് DYFI ക്ഷണിച്ചിരിക്കുന്നു. ശശി തരൂർ കോൺഗ്രസിനകത്ത് നിൽക്കുന്നതിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട് എന്ന ഒരു വിലയിരുത്തൽ ഈ DYFIയുടെ ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് തരൂരിനെ ക്ഷണിച്ചതിൽ ഉണ്ടാകുമോ? ഞാൻ സ്വയം അസ്വസ്ഥനായി ഇവിടെ നിലനിൽക്കുന്നു എന്ന സന്ദേശം തരൂർ ഈ വിവാദങ്ങൾക്ക് മറവിലൂടെ പുറത്തേക്ക് വിടുന്നുണ്ടോ? താങ്കൾ അങ്ങനെ നിരീക്ഷിക്കുമോ ശ്രീ ലാൽകുമാർ? ഇല്ല, നോക്കൂ, അത് വളരെ സ്പെസിഫിക് ആയിട്ട് തരൂരിനെ പോലെ ഒരാൾ പറയേണ്ടതാണ്. തരൂർ പറയേണ്ട വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണ്, അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പൊളിറ്റിക്കൽ പൊസിഷന് ചേഞ്ചസ് വരുത്തുന്നുണ്ടോ എന്നുള്ളതിൻ്റെ മറുപടി അദ്ദേഹം പറയേണ്ടതാണ്. അദ്ദേഹം ഒരു ഫോമർ ഡിപ്ലോമാറ്റാണ്, ഒരു മുൻ മന്ത്രിയാണ്, അങ്ങനെ പല ഓഥറാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി നമ്മളൊരു അനാലിസിസ് നടത്തേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് വിവാദം അദ്ദേഹം തന്നെ പണ്ട് എഴുതിയൊരു പുസ്തകമാണ് എലിഫൻറ്റ് ടൈഗർ ആൻഡ് ദ സെൽ ഫോൺ. അതിനകത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇന്ത്യയെക്കുറിച്ചാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ആ ഇന്ത്യയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഇറ്റ് ഈസ് എ സ്ലംബറിങ് ലംബറിങ് എലിഫൻറ്റ്, ഇറ്റ് നീഡ്സ് ടു ബി എ അജൈൽ ടൈഗർ എന്നുള്ളൊരു പ്രയോഗമാണ് അദ്ദേഹം അതിനകത്ത് നടത്തുന്നത്. ആ പുസ്തകം വളരെ മനോഹരമായി എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. അദ്ദേഹം ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തോട് പറയാൻ ശ്രമിക്കുന്നത് എന്തോ ഒരു അജൈൽ ടൈഗർ ആകാൻ ശ്രമിക്കുന്ന ഒരു ഇന്ത്യയെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അത് ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കോൺട്രിബ്യൂഷനും ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ പുസ്തകത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻ കേരളത്തിൽ ഉണ്ടായി വരുന്നതിനെക്കുറിച്ച് ഒന്നോ രണ്ടോ ഡേറ്റ ഉദ്ധരിച്ച് അദ്ദേഹം ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ആ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റ്? ഇപ്പം നോക്കൂ, അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൃത്യമായി അദ്ദേഹത്തെ ഡേറ്റയിലേക്ക് വേണമെങ്കിൽ ഞാൻ പോകാം. ആ ഡേറ്റ അദ്ദേഹം ഉദ്ധരിക്കുന്നു. നിങ്ങൾ തന്നെ ആർട്ടിക്കിൾ വായിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഡേറ്റയ്ക്കകത്ത് അദ്ദേഹം ചോദിക്കുന്നു ഇത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് 2024 അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡേറ്റയെ റിബട്ട് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻ്റ് ഉണ്ടോ, ഡേറ്റ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഹീസ് വില്ലിംഗ് ടു ചേഞ്ച് ഹിസ് ഒപ്പീനിയൻ. അത് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം മാറ്റാൻ തയ്യാറാണെന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഇതുവരെ മാറ്റാൻ പറ്റാത്ത, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറ്റാത്തതിന് കാരണം നമുക്ക് അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് വെക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് അങ്ങനെ വെക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തരൂർ ഒരു പൊസിഷൻ എടുത്തു. അതുവഴി വിട്ടിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. അദ്ദേഹം ചെയ്തെന്താ, ഈ കോൺഗ്രസ് ചെയ്തെന്താ, കോൺഗ്രസ് അതേ പിടിച്ച് കേരളത്തിലെ തരൂർ എന്ന് പറയുന്ന പൊളിറ്റീഷ്യനെതിരെ ഒരു ആയുധമാക്കി അവരെടുക്കാൻ ശ്രമിച്ചു. തരൂർ അങ്ങനെ ഈ പറയുന്ന പോലെ സ്ലംബറിങ് ലംബറിങ് എലിഫൻ്റ് അല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഹീസ് ആൻ അജൈൽ ടൈഗർ. നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ രീതികൾ എല്ലാം വ്യത്യസ്തമായ രീതികളാണ്. പല ആസ്പെക്റ്റുകളും എനിക്ക് പൂർണ്ണമായി എതിർപ്പുള്ള ആസ്പെക്റ്റുകൾ ഒത്തിരി ഉണ്ട്. ഈ ആർട്ടിക്കിൾ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ യോജിക്കുന്ന ആർട്ടിക്കിളിൻ്റെ കണ്ടന്റ് എല്ലാം ഞാൻ യോജിക്കുന്നൊരു ആളല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുമ്പം അദ്ദേഹത്തിൻ്റെ രണ്ടോ മൂന്നോ ആസ്പെക്റ്റുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റ് എല്ലാ വിഷയത്തിലോട്ടും നമുക്ക് എതിർപ്പുണ്ട്. ആ എതിർപ്പുകൾ അംഗീകരിക്കാനും എതിർക്കാനും ഒക്കെ നമുക്ക് പറ്റണം. ദാറ്റ് ഈസ് ഡെമോക്രസി, അല്ലേ? അങ്ങനല്ലേ ഒരു ഫങ്ഷണൽ ഡെമോക്രസി ഉണ്ടാകത്തുള്ളൂ. പക്ഷേ കോൺഗ്രസിന് സംഭവിച്ചത്, കോൺഗ്രസ് ഒരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിച്ചത് തരൂറിനോടുള്ള മുൻകാല നിലപാടും തരൂറിനെ ഒതുക്കാനുള്ള ഒരു ശ്രമവും നടത്തുക അവർ ചെയ്തത്. അതിന് ഹീസ് നോട്ട് എ മാൻ വിത്ത് എ പ്ലാൻ ബാക്ക് ബോൺ. അദ്ദേഹത്തിന് കൃത്യമായി അറിയാം എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത്. അത് വേറൊരാൾ വിചാരിച്ച് അദ്ദേഹത്തെ മാറ്റാൻ പറ്റില്ല. ഇപ്പൊ പ്രൊജക്ട് വിത്ത് ലാൽകുമാർ, അതായത് ആ അജണ്ടയാണോ, അതായത് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇതിന് പിന്നിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം തരൂരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വേറൊരു ഡേറ്റ കാണിച്ചാൽ ഞാൻ തിരുത്താം എന്ന് ഡോക്ടർ തരൂർ പറയുമ്പോൾ ഇവിടെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് 2019-20 അടിസ്ഥാന വർഷമായി കണ്ടുകൊണ്ടാണ്. ആഗോള വളർച്ച 46% കേരളം അത് 254% വളർച്ച നേടി എന്ന് പറയുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്
ഇത് പലതരത്തിലുള്ള പോരായ്മകളും ഈ റിപ്പോർട്ടിലുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ 254% വളർച്ച എന്നത് കഴിഞ്ഞ കോവിഡ് കാലത്തെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള വളർച്ചയുമായി താരതമ്യപ്പെടുത്തിയാണ് ഈ കുതിച്ചുചാട്ടം കണക്കാക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. പിന്നെ മറ്റൊന്ന്, സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ബജറ്റിൽ നീക്കിവെച്ച 58.5 കോടി രൂപയിൽ അവിടെ പദ്ധതി വിഹിതം 50% വെട്ടിക്കുറച്ചതോടുകൂടി 20.47 കോടി രൂപയായി അത് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ കണക്കുകളും യാഥാർത്ഥ്യത്തിലുള്ള കാര്യങ്ങളും തമ്മിൽ ഒത്തുപോകുന്നതല്ല. അത്തരം കാര്യങ്ങളിൽ ഒരു ലോജിക്കൽ മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് വേണമായിരുന്നു തരൂരിനെ പോലൊരാൾ ഇതുപോലൊരു ലേഖനം എഴുതാൻ എന്നൊക്കെ സ്വന്തം പാളയത്തിൽ നിന്ന് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പോലൊരാൾ പറയുകയാണ്. അപ്പോൾ തരൂർ ഈ കാര്യങ്ങളിൽ ഒരു വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ടായിരുന്നു എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? മാത്രമല്ല, കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളിൽ തന്നെ കേൾക്കാതിരിക്കുകയും താൻ അവഗണിക്കപ്പെട്ടു എന്നതുമാണ് തരൂരിൻ്റെ യഥാർത്ഥ പ്രശ്നമെങ്കിൽ അതിലേക്ക് ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധ പതിയാൻ വേണ്ടി തരൂർ നടത്തിയ ഒരു നീക്കമായി ഇതിനെ കാണാൻ കഴിയുമോ? കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ 2-2.5 വർഷമായി ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചതാണ് എന്നൊരു വാചകം തരൂർ പറഞ്ഞിട്ടുണ്ട്. അല്ല, നോക്കൂ, അത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾ പറയുന്നു, ഇപ്പോൾ നോക്കൂ, 2020 ആണ് ബേസ് എങ്കിൽ 2021 ഡേറ്റ എങ്ങനെ അതിനകത്ത് വരും? 2021 ജൂലൈ ടു 2023 ഡിസംബർ 31 വരെയുള്ള ഡേറ്റയുടെ അനാലിസിസിലാണ് 254% എൻഹാൻസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്, അല്ല ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. അവിടെ 2020 ആണ് ബേസ് എങ്കിൽ എങ്ങനെ വരും? ലുക്ക്, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് ഇൻ ടു ദ ഡീറ്റെയിൽസ്. എൻ്റെ പ്രശ്നം എന്താ, ഇവർ എന്നോട് പറയാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഈ രാജ്യത്തെ സമൂഹത്തോട് പറയാൻ ശ്രമിക്കുന്ന, സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാരോടും മറ്റാൾക്കാരോടും പറയാൻ ശ്രമിക്കുന്ന കാര്യം ശശി തരൂരിനെ പറഞ്ഞ് ബോധിപ്പിച്ച് മാറ്റിയാൽ പോരെ? നമ്മളോട് ഈ ചർച്ചയൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഗോപിക്ക് ഇങ്ങനെ ചോദ്യം എന്നോട് ചോദിക്കേണ്ടി വരില്ല. ഞാൻ ഇങ്ങനെ കാണുന്നുണ്ടോ അങ്ങനെ കാണുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ലല്ലോ. രാഹുൽ ഗാന്ധി കാണുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന KPCC പ്രസിഡന്റ് കാണുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തന്നെ കണ്ട് കാര്യങ്ങൾ പറയുന്നു, ഇതാണ് എൻ്റെ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പം അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്തത് എന്താണ്? ആ പറ്റാത്തത് രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഈ ആനിമൽ സ്പിരിറ്റ് ഓഫ് എക്കണോമി എന്ന് പറയുന്നത് ഒരു സത്യസന്ധമായ കാര്യമാണ്. നമുക്കതൊരു വേറൊരു ഡിബേറ്റ് ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു വേറെ എൻറ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ വ്യക്തമായിട്ട് മറുപടി പറയാം. തരൂർ ഈ രീതിയിൽ അദ്ദേഹത്തിന് പ്രഷറൈസ് ചെയ്ത് എന്തെങ്കിലും നേടാനാണോ? തരൂർ എന്ത് നേടാനായിട്ടാണ് തരൂർ AICC പ്രസിഡന്റ് ആകാനായിട്ട് മത്സരിച്ചത്? അദ്ദേഹത്തിനൊന്നും നേടാനൊന്നുമല്ല. അദ്ദേഹം ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള, അദ്ദേഹം ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള ഒരാളാണ്. അന്നും അദ്ദേഹം ഫൈറ്റിംഗ് സ്പിരിറ്റോട് കൂടി അദ്ദേഹം ഇറങ്ങി വന്നപ്പം അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. മത്സരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അതിന് തെറ്റെന്താ? അദ്ദേഹം ഈ കാര്യം വിടൂ, ഈ പ്രശ്നം വിടൂ. ഇതിനു മുമ്പ് ഫോറിൻ സെക്രട്ടറി സുബ്രഹ്മണ്യം ജയശങ്കറുമായി ബന്ധപ്പെട്ട് എത്രയോ സ്റ്റേറ്റ്മെൻറ്റ്സ്, എത്രയോ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇദ്ദേഹം നമുക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നയങ്ങൾ, പഴയ പഞ്ചശീലും അതൊക്കെ പോട്ടെ, ഡോക്ടർ മൻമോഹൻ സിംഗ് ഫോളോ ചെയ്തിരിക്കുന്ന പല നയങ്ങളോടും വിരുദ്ധമായി ഡോക്ടർ ശശി തരൂർ എത്രയോ പ്രാവശ്യം നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണത്. ഇപ്പം കേരളത്തിൽ പോലും നരേന്ദ്രമോദിക്ക് അനുകൂലമായി വലിയൊരു നിലപാട് ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ വിസിറ്റുമായി ബന്ധപ്പെട്ട് എടുത്തപ്പോഴും അതൊരു വലിയ പ്രശ്നമായില്ല കേരളത്തിൽ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സംഘപരിവാർ ആശയത്തോട് ചേർന്ന് നിന്ന്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ പോയപ്പം നമുക്ക് നേരിടേണ്ട വന്ന അപമാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ പോലും ഇതിലൊന്നും ഒരു പ്രശ്നമായി കേരളത്തിൻ്റെ ആൾക്കാർ കണ്ടില്ല. ഇന്നലെ മറ്റാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയ വിഷയമല്ലായിരുന്നു. അല്ലെങ്കിൽ തരൂർ അവിടെ അദ്ദേഹത്തിനെ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിനെ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സംസാരം ഉണ്ടായി. അതൊരു പ്രശ്നം അല്ലാത്തതിന് കാര്യം എന്താ? അപ്പം ഞാൻ പറയുന്നത് ഇറ്റ്സ് മിക്സ് ഓഫ് മെനി തിങ്സ്. ഇവർ ഈ ചെറിയ പിക്കിങ് പോലെ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ മോഡിയുടെ അമേരിക്കൻ വിസിറ്റിലുണ്ടായ നമുക്കുണ്ടായ നാണക്കേടാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമാണ് ഒരു മോർ കോൺസിക്വൻസ് ഉള്ള ഒരു കാര്യം. അതൊന്നും ചർച്ച ചെയ്യാതെ ഇവിടുത്തെ ഒരു ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ചർച്ചയിലേക്ക് പോയത് തന്നെ ഐ തിങ്ക് ഇറ്റ്സ് പിറ്റി. ശരി, ഞാൻ